കാസർഗോഡ് സ്വർണ്ണപ്പണയ വായ്പാ തട്ടിപ്പിൽ CPM നേതാവിനെതിരെ കേസ്. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ 4.76 കോടി രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ എടുത്തെന്ന പരാതിയിലാണ് കേസ്. സഹകരണ സംഘം സെക്രട്ടറി കെ രതീശനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ആദൂർ പോലീസ് കേസെടുത്തത്. KV ബൈജു ചെയ്യുകയാണ്. ബൈജു, ഈ തട്ടിപ്പുകൾ തുടർക്കഥയാവുകയാണ്. സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ട്, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യവും പ്രാതിനിധ്യവും ഒക്കെ പ്രധാനമാണ്. ഇപ്പോൾ ഇയാൾ അവിടുത്തെ ഒരു പ്രമുഖ നേതാവാണോ? എന്താണ് ഇയാളുടെ ഒരു സാഹചര്യം, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം? രഞ്ജിത്തെ, ഈ രതീഷ് എന്ന് പറയുന്നയാൾ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. കൂടാതെ ഈ ബാങ്ക് 10 വർഷമായി ഇത്തരത്തിൽ കാറടുക്കിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ്. ഇതിന് മറ്റൊരു ശാഖ കൂടി കിന്നിങ്കാറിലുണ്ട്. എന്തായാലും 4.76 കോടി രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ എടുത്തെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ ഏതായാലും കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് CPM നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കാണ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇതിന് പേര്. എന്തായാലും ഈ സംഭവത്തിൽ കർമ്മന്തോടിയിലെ കെ രതീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ആദൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ബാങ്കിന്റെ പ്രസിഡന്റ് വെള്ളൂർ കിന്നിങ്ങാറിലെ കെ സൂപ്പി നൽകിയ പരാതിയിലാണ് ഈ നടപടി. എന്തായാലും ഈ സെക്രട്ടറി ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായ ഒരു പരിശോധനയിൽ തന്നെ 4,75,99,907 രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പണയ സ്വർണം ഇല്ലാതെയാണ് 7 ലക്ഷം രൂപ വരെ അനുവദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ജനുവരി മുതൽ പല തവണകളായി വായ്പ അനുവദിച്ചതായും സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഈ ഒരാഴ്ചക്കകം മുഴുവൻ പണവും തിരിച്ചെടുക്കാമെന്ന് ഈ സെക്രട്ടറി ചിലരോട് പറഞ്ഞതായൊക്കെ സൂചനയുണ്ട്. ഏതായാലും ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കായി ആദൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചുകൊണ്ട് ഈ ബാങ്കിലെ മറ്റു ജീവനക്കാർക്ക് ഈ സംഭവത്തിൽ പങ്കില്ലെന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തലും വരുന്നത്. രഞ്ജിത്ത്, ഇയാൾ എങ്ങനെയാണ്, മുങ്ങിയിരിക്കുകയാണോ? ഇയാളെ കുറിച്ച് സൂചനകളൊന്നും ഇല്ലെന്നാണോ? തീർച്ചയായും ആദൂർ പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് നിർദ്ദേശം ഇത്തരത്തിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം ഏരിയ കമ്മിറ്റി ഇപ്പോൾ ചേരുകയാണ്. അത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. CPM-ൽ നിന്ന് ഇയാളെ പുറത്താക്കി കഴിഞ്ഞു. ഇയാളുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് ആരോപണം വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോയത് എന്ന് വ്യക്തമാകുന്നു. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.